ബജറ്റ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പോര്. KPCCയുടെ ജാഥ നടക്കുന്നതുകൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അറിയിച്ചതിന് പിന്നാലെയാണ് തർക്കം. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ തരുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഫെബ്രുവരി 2 ബജറ്റ് മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയെങ്കിലും സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 15 സമ്മേളനം അവസാനിക്കും. ബജറ്റ് ഫെബ്രുവരി 5 തന്നെ നടക്കും. 12 മുതൽ 15 വരെയാണ് ബജറ്റ് ചർച്ച. വിവരങ്ങളുമായി ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റ് 5 മാറ്റണം. KPCCയുടെ ജാഥ നടക്കുന്നുണ്ട്. സഹകരണം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾ വലിയ സഹകരണമാണല്ലോ നൽകുന്നതെന്ന മറുപടി നൽകുന്നു. എന്തായാലും ബജറ്റ് മാറ്റുന്നില്ല എന്ന് തന്നെയല്ലേ തീരുമാനം? അതേസമയം ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയിട്ടുമുണ്ട്. ക്രിസ്റ്റീന, അതിരൂക്ഷമായ വാക്കുതർക്കമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിയമസഭാ കാര്യോപദേശക സമിതി യോഗത്തിൽ ഉണ്ടായത്. ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കാര്യോപദേശക സമിതി ചേർന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബജറ്റ് സമ്മേളനം അനന്തമായി നീണ്ടാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് ബുദ്ധിമുട്ടിലാവും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഈ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ രണ്ട് ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കാര്യോപദേശക സമിതി ചേരുകയും ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു. അതിനിടയിൽ പ്രതിപക്ഷമാണ് 5 തീയതി നിശ്ചയിച്ചിരിക്കുന്ന ബജറ്റ് അവതരണം അത് 2 തീയതിയിലേക്ക് മാറ്റണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചത്. ആ ആവശ്യത്തിന് കാരണം 9 തീയതി മുതലാണ് KPCCയുടെ സമരാഗ്നി എന്ന പ്രതിഷേധ പരിപാടി നടക്കുന്നത്. കേരള സർക്കാരുകൾക്കെതിരായ ജാഥയാണ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ 9 തീയതിയെങ്കിലും നിയമസഭ സമ്മേളനം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനം 2 അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടത്തണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിയുണ്ട്, അതിന് സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി നിങ്ങൾ വലിയ സഹകരണമാണല്ലോ, അതുകൊണ്ട് അത്തരത്തിലുള്ള വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടെ പ്രതിപക്ഷ നേതാവും ക്ഷുഭിതനായാണ് തിരിച്ച് മറുപടി പറഞ്ഞത്. അത്തരത്തിലുള്ള വർത്തമാനം ഇങ്ങോട്ടും വേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ ശേഷം പ്രതിപക്ഷം ഇതിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. അതേസമയം ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ മാർച്ച് 20 വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം ഫെബ്രുവരി 15 വരെയാക്കി ചുരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 15 അതായത് 12, 13, 14, 15 ദിവസങ്ങളിൽ ബജറ്റിന്മേലുള്ള ചർച്ച. 5 ബജറ്റ്, അതിനുശേഷം 20 വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കിയ ശേഷം ഈ സഭ പിരിയും എന്നുള്ളതാണ് നിലവിലെ പ്ലാൻ. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പോര് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ സഭ വെട്ടിച്ചുരുക്കിയത് കൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ ഇനിയുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയും ഇനിയും സഭയിൽ അരങ്ങേറുകയും ചെയ്യും. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ്.